വിവാദ പ്രസ്താവനകൾക്കിടെ ഹൈക്കമാൻഡുമായുള്ള ചർച്ചയ്ക്ക് സമയം തേടിയിരിക്കുകയാണ് ഡോക്ടർ ശശി തരൂർ MP. മല്ലികാർജ്ജുൻ ഖർഗെയുടെയും രാഹുൽ ഗാന്ധിയുടെയും സമയം തേടിയിരിക്കുന്നു. ഇന്ന് രാത്രിയോ നാളെയോ സമയം നൽകിയേക്കുമെന്നാണ് സൂചന. അതേസമയം തരൂർ പാർട്ടി വിടില്ലെന്നാണ് കോൺഗ്രസ് നേതൃത്വം കരുതുന്നത്. പ്രധാനമന്ത്രിയെ പ്രശംസിച്ചുകൊണ്ട് തുടർച്ചയായി നടത്തുന്ന പ്രസ്താവനയിൽ തരൂർ എന്ത് നിലപാടെടുക്കുമെന്നതും നിർണായകമാണ്. PR സുനിൽ ചേരുന്നു ദില്ലിയിൽ നിന്ന് നമുക്കൊപ്പം. ഗുഡ് ഈവനിംഗ് PR സുനിൽ. ഡോക്ടർ ശശി തരൂർ MP ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പഴയ ശശി തരൂരെയല്ല. പ്രസ്താവനകൾ ഓരോന്നും അതിനു മുൻപ് നമ്മൾ കണ്ടത്. അതോടൊപ്പം തന്നെ ഈ ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരണത്തിനായി പോയ സംഘാംഗങ്ങളിൽ BJPയുടെ മന്ത്രിമാരെക്കാൾ നേതാക്കളെക്കാൾ ആർജവത്തോടെ പ്രധാനമന്ത്രിയെ പിന്തുണച്ച് സംസാരിക്കുന്ന ഒരു തരൂരിനെ നമ്മൾ കാണുകയാണ് വ്യക്തമായി തന്നെ. അപ്പോൾ ഹൈക്കമാൻഡുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് തരൂർ സമയം തേടിയിരിക്കുന്നു. എന്താണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം? ഹൈക്കമാൻഡിന്റെ സ്റ്റാൻഡ് എന്താണ് ഈ വിഷയത്തിൽ? സുനിൽ. സുജിയ, ഗുഡ് ഈവനിംഗ്. ഏതായാലും ഏറ്റവും ഒടുവിൽ ഇന്നലെയും ശശി തരൂർ നേതൃത്വവുമായി തനിക്ക് ചില അഭിപ്രായ ഭിന്നതകളുണ്ട് എന്ന് തുറന്നു പറഞ്ഞിരുന്നു. ഏതായാലും അതിനുശേഷമാണ് ഇപ്പോൾ ഹൈക്കമാൻഡുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശശി തരൂർ സമയം തേടിയിരിക്കുന്നത്. കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെയുമായും രാഹുൽ ഗാന്ധിയുമായും ചർച്ച നടത്താൻ ആഗ്രഹിക്കുന്നു. ഇവർ ഈ ചർച്ചയ്ക്കായി സമയം വേണം എന്ന് ശശി തരൂർ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഏതായാലും മല്ലികാർജ്ജുൻ ഖാർഗെ ഇന്ന് കർണാടകത്തിലാണ്. രാത്രി 8 മണിയോടുകൂടി ദില്ലിയിൽ തിരിച്ചെത്തും. ഒരുപക്ഷെ അതിനുശേഷമോ അതല്ല എങ്കിൽ മറ്റേതെങ്കിലും ഒരു ദിവസമായിരിക്കും കൂടിക്കാഴ്ചയ്ക്ക് സമയം അനുവദിക്കുക. ഇന്ന് രാഹുൽ ഗാന്ധി മഹാരാഷ്ട്രയിലെയും മധ്യപ്രദേശിലെയും ഹരിയാനയിലെയും രാജസ്ഥാനിലെയും നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചകളായിരുന്നു. ഒരുപക്ഷെ ഇന്ന് രാത്രിയോ മറ്റേതെങ്കിലും ദിവസത്തിലോ രാഹുൽ ഗാന്ധിയും സമയം നൽകും. ഏതായാലും ശശി തരൂരുമായി ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന നിലപാടിലേക്ക് ഹൈക്കമാൻഡ് എത്തുകയാണ്. ശശി തരൂരിനോട് ഹൈക്കമാൻഡിന് എന്തെങ്കിലും അതൃപ്തിയില്ല. ശശി തരൂർ പറയുന്നതിൽ അതൃപ്തിയുണ്ട് എങ്കിൽ പോലും ശശി തരൂരിനെതിരെ എന്തെങ്കിലും ഒരു കടുത്ത നീക്കത്തിലേക്ക് പോകേണ്ട കാര്യമില്ല എന്ന നിലപാട് തന്നെയാണ് ഹൈക്കമാൻഡിനുള്ളത്. അതുകൊണ്ട് ശശി തരൂർ പറയുന്നത് കേൾക്കാൻ ഹൈക്കമാൻഡ് തയ്യാറാവുകയാണ്. പ്രധാനമായും 2 വിഷയങ്ങളായിരിക്കും ശശി തരൂർ ഉന്നയിക്കുക. ഒന്ന്, കേരളത്തിലെ നേതാക്കൾ തന്നെ ഉപയോഗപ്പെടുത്തുന്നില്ല, കേരളത്തിൽ തനിക്ക് അവഗണന നേരിടേണ്ടി വരുന്നു നേതാക്കളിൽ നിന്ന് എന്നൊരു വിഷയം. രണ്ടാമത്തേത്, ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് ഏത് സാഹചര്യത്തിലാണ് രാഹുൽ ഗാന്ധിയുടെ അടക്കം നിലപാടുകൾ തള്ളി ശശി തരൂർ ഒരു അഭിപ്രായം പറഞ്ഞത്. ഈ 2 വിഷയത്തിൽ തന്റെ പരാതിയും ഒപ്പം തന്നെ വിശദീകരണവും നേതൃത്വത്തെ അറിയിക്കാനാകും ശശി തരൂർ ശ്രമിക്കുക. ഏതായാലും ശശി തരൂരിന്റെ കാര്യത്തിൽ അനാവശ്യ പ്രകോപനം ഉണ്ടാക്കേണ്ടതില്ല, ശശി തരൂർ വിഷയം അനാവശ്യ വിവാദമായി മാറ്റേണ്ടതില്ല എന്നതൊക്കെയാണ് ഹൈക്കമാൻഡിന്റെ ഒരു നിലപാട്. ശശി തരൂർ പാർട്ടി വിട്ട് BJPയിലേക്കോ മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ സംവിധാനത്തിലേക്കോ പോകും എന്ന് കരുതുന്നില്ല എന്നും ഹൈക്കമാൻഡ് നേതാക്കൾ സൂചന നൽകുന്നുണ്ട്. ഓക്കെ, വ്യക്തമാണ്. PR സുനിലാണ് ഇപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത്. ഒരുപക്ഷെ ഇന്ന് രാത്രിയിൽ അല്ലെങ്കിൽ നാളെ ആ കൂടിക്കാഴ്ച നടക്കാൻ പോകുന്നു. തരൂരിനെ കേൾക്കാൻ നേതൃത്വം തയ്യാറാകുന്നു, കാര്യങ്ങൾ പറയാൻ തരൂരും തയ്യാറാകുന്നു.